നമസ്കാരം. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെയിൽവേയുടെ ദീപാവലി സമ്മാനങ്ങൾ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ PDF-ലേക്ക് പോകാം. അതിൽ ആദ്യം നമുക്ക് നോക്കാനുള്ളത് റെയിൽവേയുടെ NTPC നോട്ടിഫിക്കേഷനാണ്. NTPC നോട്ടിഫിക്കേഷൻ ഫുൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഷോർട്ട് നോട്ടീസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ ഈ മാസം 21-ാം തീയതിയും 28-ാം തീയതിയുമായിട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ PDF-നകത്ത് ആദ്യം കിടക്കുന്നത് NTPC നോൺ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് ലെവലിന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറും സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ഗാർഡ്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രാഫിക് അസിസ്റ്റന്റ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പേ ലെവൽ 6-ലും 5-ലും വരുന്ന പോസ്റ്റുകളാണ്. ഇതിന് 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത്. ഇതിന് 5800 വേക്കൻസി 5800 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ക്വാളിഫിക്കേഷൻ എന്നാണ് ഗ്രാജുവേഷൻ തന്നെയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരിക. ഇനി രണ്ടാമത് വരുന്നത് NTPC-യുടെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ്. അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ടെയിൻ ക്ലർക്ക്, ഇതൊക്കെയാണ് എന്തെന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിൽ വരുന്നത്. ഇതിന്റെ പേ ലെവൽ എന്ന് പറയുന്നത് പേ ലെവൽ 4, പേ ലെവൽ 3-ലുള്ളതുണ്ട്, പേ ലെവൽ 2-ലുള്ളതുണ്ട്. അപ്പം ഇതിൽ 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് ആയിട്ട് വരിക. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. ഡിഗ്രി ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഗ്രാജുവേഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 3050 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ആയിരിക്കുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് ഒരു 8000-ഓളം വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേക്കൻസിയുടെ കാര്യങ്ങളും അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് സ്റ്റേഷൻ മാസ്റ്റർ വരുമ്പോഴത്തേക്കും ഗ്രാജുവേറ്റ് ലെവലിനകത്ത് സ്റ്റേഷൻ മാസ്റ്റർ വരുമ്പോഴത്തേക്കും അതിൽ 615 വേക്കൻസിയും, ഗുഡ്സ് ഗാർഡ് വരുമ്പോഴത്തേക്കും 3423 വേക്കൻസിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഓഫ് 5817 വേക്കൻസിയാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അണ്ടർ ഗ്രാജുവേറ്റിന്റെ PDF നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 3058 വേക്കൻസിയും ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയം എന്ന് പറയുന്നത് ഗ്രാജുവേറ്റിന് നോട്ടിഫിക്കേഷൻ വരുന്നത് 21/10/2025 ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വരിക. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് നവംബർ മാസം വരെയുണ്ട്. ഒരു മാസത്തോളം സമയം നമുക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും കൃത്യം ഒരാഴ്ച കഴിഞ്ഞിട്ട്, അതായത് ആദ്യത്തെ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ 21/10/2025 വരുമെങ്കിൽ കൃത്യം ഒരാഴ്ച കഴിഞ്ഞിട്ട് 28/10/2025 അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നു. അതിനും ഒരു മാസമുള്ള സമയമുണ്ട്. അതായത് നവംബർ 27 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയവും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഷോർട്ട് നോട്ടീസ് ആണ്. ഒറിജിനൽ നോട്ടിഫിക്കേഷൻ ഈ പറഞ്ഞ ഡേറ്റുകളിൽ, അതായത് ഗ്രാജുവേറ്റിൻ്റെത് 21-ാം തീയതിയും അണ്ടർ ഗ്രാജുവേറ്റിൻ്റെത് 28-ാം തീയതിയും വരുന്നതായിരിക്കും. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും പഴയതുപോലെ തന്നെ ആയിരിക്കും എക്സാമിന്റെ പാറ്റേണും സിലബസും കാര്യങ്ങളും എന്നാണ് നമുക്ക് വിശ്വസിക്കാം. അതായത് 2 സ്റ്റേജിലിട്ടായിരിക്കും എക്സാം നടക്കുക. അതായത് CBT 1 ഉണ്ടാവും. CBT 1-നകത്ത് മാത്സ്, റീസണിങ്, GK ആയിരിക്കും ഉണ്ടായിരിക്കുക. കഴിഞ്ഞ തവണത്തെ പാറ്റേൺ അനുസരിച്ചിട്ട് മാത്സിന് വന്നിട്ട് 30 ക്വസ്റ്റ്യനും, റീസണിങ്ങിന് 30 ക്വസ്റ്റ്യനും, GKക്ക് 40 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ട് മൊത്തം 100 മാർക്കിന്റെ എക്സാമാണ് നടത്തപ്പെട്ടത്. അതിൽ 1.5 മണിക്കൂറായിരുന്നു എക്സാം എഴുതാനുള്ള സമയം ഉണ്ടായിരുന്നത്. ഈ CBT 1 ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് CBT 2-ന്റെ എക്സാം നടക്കും. CBT 2 എക്സാമിലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ GKക്ക് 50 മാർക്കും മാത്സ് റീസണിങ്ങിന് 35 മാർക്ക് വെച്ചിട്ടുമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ മൊത്തം 120 മാർക്കിന്റെ എക്സാം ആയിരിക്കും കണ്ടക്ട് ചെയ്യപ്പെടുക. അതിനും 1.5 മണിക്കൂർ സമയമായിരിക്കും ഉണ്ടാവുക. അപ്പം ഇതിൽ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരെ എന്ത് ചെയ്യും, സ്കിൽ ടെസ്റ്റിനായിട്ട് വിളിക്കും. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടൈപ്പിസ്റ്റ് പോസ്റ്റ് ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടൈപ്പിങ്ങിന്റെ സ്കിൽ ടെസ്റ്റ് ആയിരിക്കും നടക്കുക. ടൈപ്പിങ്ങിന്റെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ഗാർഡ് ആ പോസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റും ഉണ്ടാവും. അപ്പം അത് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർ എന്തുണ്ടാവും, ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റും കൂടെ നടത്തുന്നുണ്ടാവും. അപ്പം CBT 1 എന്നുള്ളത് ക്വാളിഫൈ നേച്ചർ മാത്രമാണ്. അത് CBT 1 ക്വാളിഫൈ ചെയ്താൽ മാത്രം എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, CBT 2 എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. CBT 2-ന്റെ മാർക്ക് വെച്ചിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടുക. അപ്പം ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴേക്ക് ടൈപ്പിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് NTPC-യുടെ നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ദീപാവലി സമ്മാനത്തിലേക്ക് പോകാം. അടുത്ത ദീപാവലി സമ്മാനം എന്ന് പറയുന്നത് RRB JEE-യുടെ നോട്ടിഫിക്കേഷൻ ആണ്. നമുക്ക് നേരെ JEE-യുടെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. JEE-യുടെ നോട്ടിഫിക്കേഷനും ഷോർട്ട് നോട്ടീസ് തന്നെയാണ് അതും വന്നിരിക്കുന്നത്. ഇതിന്റെ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ വരുന്നത് 31/10/2025 വരിക. അതായത് ഈ മാസം അവസാനത്തോടു കൂടി ഇതിന്റെ ഒറിജിനൽ നോട്ടിഫിക്കേഷനും ഫുൾ നോട്ടിഫിക്കേഷനും വരുന്നതായിരിക്കും. ഇതിപ്പോൾ ഷോർട്ട് നോട്ടീസ് മാത്രമാണ്. അപ്പം ഇതിൽ
അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് തുടങ്ങുന്നതും അന്ന് തന്നെയാണ് 31/10/2025 അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് തുടങ്ങും. ഇതിനും 1 മാസം സമയമുണ്ട്. അതായത് നവംബർ 30 വരെ എന്ത് ചെയ്യാനുണ്ട്, അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. 1 മാസമുള്ള സമയം അവിടെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് പേ ലെവൽ 6 വരുന്ന പോസ്റ്റ് ആണ്. ഇതിന്റെ ബേസ് ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 35,000 മുകളിലാണ്. അതുപോലെ തന്നെ ഇതിന് 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് ആയിട്ട് പറയുക. മൊത്തം 2570 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് വേക്കൻസി ഡിസ്ട്രിബ്യൂഷനും അവർ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു PDF ഉണ്ട്. അപ്പം അതിൽ 35 പോസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. 35 പോസ്റ്റിലേക്കും കൂടെയാണ് ടോട്ടലായിട്ട് 2570 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എക്സാം പാറ്റേണിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനും CBT 1 CBT 2 ഉണ്ടാവും. CBT 1 വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, സയൻസ് ആണ് ഉണ്ടാവുക. അത് മാത്സ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, റീസണിങ് 25 ക്വസ്റ്റ്യൻ 20 മാർക്ക്, ജനറൽ അവയർനെസ് വരുമ്പോൾ 15 ക്വസ്റ്റ്യൻ 15 മാർക്ക്, അതുപോലെ തന്നെ സയൻസ് വരുമ്പോഴത്തേക്കും 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. അങ്ങനെ 100 മാർക്കിന്റെ എക്സാം ആയിരിക്കും അവിടെ കണ്ടക്ട് ചെയ്യപ്പെടുക. അപ്പം ഇത് ക്വാളിഫൈ നേച്ചർ ആണ്. ഈ CBT 1 ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, CBT 2 എക്സാം നടത്തും. CBT 2 മാർക്ക് വെച്ചിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പരിഗണിക്കുക. CBT 2 വരുമ്പോഴത്തേക്കും അവിടെ എന്തൊക്കെ ഉണ്ടാവും, അവിടെ ജനറൽ അവയർനെസ് ഉണ്ടാവും, 15 ക്വസ്റ്റ്യൻ 15 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഫിസിക്സ് കെമിസ്ട്രിയുടെ ഒരു പേപ്പർ ഉണ്ടാവും. ഫിസിക്സ് കെമിസ്ട്രി പേപ്പറിനകത്ത് 15 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. 15 മാർക്കിനായിരിക്കും അവിടെ എക്സാം നടത്തപ്പെടുക. പിന്നെ കമ്പ്യൂട്ടറിന്റെ പേപ്പർ ഉണ്ടാവും. അതിന് 10 ക്വസ്റ്റ്യൻ 10 മാർക്ക് ഉണ്ടാവുക. പിന്നെ എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ ഉണ്ടാകും, ഒന്നൊരു പേപ്പർ ഉണ്ടാവും. അതിനും 10 ക്വസ്റ്റ്യനും 10 മാർക്കും ഉണ്ടാവുക. അങ്ങനെ മൊത്തം 50 മാർക്കിന് ജനറൽ പേപ്പറിന് എക്സാം നടത്തും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 100 മാർക്കിന്റെ ടെക്നിക്കൽ പേപ്പറും ഉണ്ടാവും. മൊത്തം 150 മാർക്കാണ് പരീക്ഷ നടത്തപ്പെടുക. ഒരിക്കൽ കൂടെ പറയാം, മൊത്തം CBT 2 എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം 150 മാർക്കാണ് പരീക്ഷ നടത്തപ്പെടുക. അതിൽ 50 മാർക്ക് എന്നുള്ളത് ജനറൽ അവയർനെസ്സും പിന്നെ ഫിസിക്സ് കെമിസ്ട്രിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെയും പിന്നെ എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷന്റെ പേപ്പർ ആയിരിക്കും നടത്തപ്പെടുക. ബാക്കി 100 മാർക്ക് ടെക്നിക്കൽ പേപ്പറിന്റെ എക്സാം ആയിരിക്കും കാണുക. ഓക്കെ, അപ്പോൾ ഈ CBT 2 ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും ആയിരിക്കും ഇതിന്റെ ബാക്കിയായിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനെയാണ് 2 നോട്ടിഫിക്കേഷനും വരുന്നത്. അപ്പോൾ ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ PDF വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറെ കൂടെ ക്ലാരിറ്റി കിട്ടും എന്തൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ അപ്പർ ഏജ് ലിമിറ്റ് പറഞ്ഞതിനകത്ത് OBC-കാർക്ക് അതുപോലെ 3 കൊല്ലവും SC/ST-കാർക്ക് 5 കൊല്ലമൊക്കെ റിലാക്സേഷനും കൊടുക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് നോട്ടിഫിക്കേഷന്റെ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വരുന്ന നോട്ടിഫിക്കേഷന്റെ ബാക്കി വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ മെമ്പർ ആവുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ PDF കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.